തിരുവനന്തപുരം നഗരത്തിൽ നിന്നും 85 കിലോമീറ്ററുകൾ അകലെയായി കൊല്ലം ജില്ലയിലെ ആര്യങ്കാവിന് സമീപമായുള്ള ഒരു വെള്ളച്ചാട്ടമാണ് പാലരുവി. സഹ്യപർവ്വത നിരകളിൽപ്പെട്ട രാജാക്കൂപ്പ് മലനിരകളിൽ നിന്നും ഉത്ഭവിച്ച് 300 അടി പൊക്കത്തിൽ നിന്നും താഴേക്ക് പതിക്കുന്ന ഈ വെള്ളച്ചാട്ടം ഇന്ത്യയിലെ 40ാമത്തെ വലിയ വെള്ളച്ചാട്ടമാണ്. തെന്മല, റോസ്മല ഉൾപ്പെടുന്ന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഈ വെള്ളച്ചാട്ടത്തിന് സമീപമായാണ് സ്ഥിതി ചെയ്യുന്നത്. പ്രധാന കവാടത്തിൽ വാഹനം പാർക്ക് ചെയ്ത് 70 രൂപ ടിക്കറ്റ് എടുത്ത് വനം വകുപ്പിൻ്റെ വാഹനത്തിൽ കയറി വെള്ളച്ചാട്ടത്തിനടുത്ത് എത്തിച്ചേരാം. നിലവിൽ വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങി കുളിക്കാൻ ആരെയും അനുവദിക്കുന്നില്ല. കേരള തമിഴ്നാട് അതിർത്തി ഗ്രാമമായ ആര്യങ്കാവിൽ നിന്നും 15 കിലോമീറ്റർ മാറി ശെന്തുരുണി കാടുകൾക്കുള്ളിൽ തെന്മല റിസർവോയറിന്റെ മനോഹരമായ വ്യൂ കാണാൻ സാധിക്കുന്ന കൊല്ലം ജില്ലയിലെ കുളത്തൂപ്പുഴ പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വ്യൂ പോയിന്റ് ആണ് റോസ്മല. ആര്യങ്കാവിൽ നിന്നും തീർത്തും നിബിഡമായ റിസർവ് ഫോറസ്റ്റിനുള്ളിലൂടെ ആനച്ചൂര് മണക്കുന്ന കാടുകൾക്കിടയിലൂടെ പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ ഏകദേശം 1 മണിക്കൂറോളം ചെറു അരുവികൾ ക്രോസ് ചെയ്തുള്ള ഡ്രൈവും ഇത് കഴിഞ്ഞ് മുകളിലെത്തിയുള്ള റോസ്മല വ്യൂ പോയിന്റുമൊക്കെ വളരെ മനോഹരമായ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് നൽകുന്നത്. 70 രൂപയാണ് എൻട്രി ഫീസായി വ്യൂ പോയിന്റിൽ ഈടാക്കുന്നത്. അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള ഒരു കാറിലോ ആര്യങ്കാവ് എത്തി ജീപ്പ് ഹയർ ചെയ്തോ രാവിലെ 6:30 ഉച്ച കഴിഞ്ഞ് 3:30 KSRTC ബസ്സിൽ 23 രൂപ നൽകിയോ റോസ്മല എത്തിച്ചേരാം. ലൈഫിൽ ഒരു തവണയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിരിക്കേണ്ട ഒരു ഫോറസ്റ്റ് റൂട്ടാണിത്. ഇടുക്കി ജില്ലയിലെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് അഞ്ചുരുളി. കട്ടപ്പനയിൽ നിന്നും ഏലപ്പാറ വഴി 9 കിലോമീറ്റർ ദൂരം മാത്രമേ ഇവിടേക്കുള്ളൂ. 1974 മാർച്ച് 10 നിർമ്മാണം ആരംഭിച്ച അഞ്ചുരുളി ടണൽ 1980 ജനുവരി 30 ഉദ്ഘാടനം ചെയ്തു. 5 കിലോമീറ്റർ നീളവും 24 അടി വ്യാസവുമുള്ള ടണൽ ഇരട്ടിയാറ് മുതൽ അഞ്ചുരുളി വരെ കോൺട്രാക്ടർ പൈലിപ്പിള്ളിയുടെ നേതൃത്വത്തിലാണ് നിർമ്മിച്ചത്. കല്യാണത്തണ്ട് മലയുടെ ഏറ്റവും ഉയരം കൂടിയ ഭാഗത്താണ് തുരങ്കം. ഇരട്ടയാറിൽ അണക്കെട്ട് നിർമ്മിച്ച് അവിടെ നിന്നുള്ള വെള്ളം തുരങ്കത്തിലൂടെ അഞ്ചുരുളിയിലെ ഇടുക്കി ജലാശയത്തിലേക്ക് എത്തിക്കുന്നതാണ് പദ്ധതി. ഈ ജലാശയത്തിൽ 5 മലകൾ നിരയായി ഉരുളിക്കമഴ്ത്തിയതുപോലെ ഇരിക്കുന്നതിനാൽ ആദിവാസികളാണ് അഞ്ചുരുളി എന്ന പേരിട്ടത്. വീട്ടിൽ ചുമ്മാ കുത്തിയിരിക്കാതെ പുറത്തിറങ്ങി എവിടെയെങ്കിലും ഒക്കെ പോവുക. ഒന്നുമല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിന് തൊട്ടടുത്തുള്ള ഒരു നല്ല മലഞ്ചെരുവിൽ പോയിരുന്ന് സായാഹ്നം ആസ്വദിക്കുക, നല്ല പ്രഭാതം ആസ്വദിക്കുക, കുറച്ച് നടക്കാൻ പോവുക. ഇതൊക്കെയാണ് ജീവിതത്തെ മാറ്റി തീർക്കുക. ഞാൻ